അപ്പോൾ നമ്മളിത് ഇന്നലെ പറഞ്ഞൊരു ഓട്ടം ഉണ്ടായിരുന്നല്ലോ ഗുരുവായൂർ 2 മണിക്ക് അവിടെ എത്താനാണ് പറഞ്ഞത്. സമയം 12:30 ആയിട്ടുള്ളൂ. ഇവിടെ നിന്ന് ഒരു 22 മിനിറ്റ് റണ്ണിങ് ഉണ്ട് വടുതല ഭാഗത്തേക്ക്. ബ്ലോക്കും കാര്യമൊന്നുമില്ലെങ്കിൽ 22 അരമണിക്കൂർ കൊണ്ട് എന്തായാലും എത്തും. പിന്നെ പോകുന്ന പോകുമ്പോൾ തന്നെയാണ് നമ്മുടെ സ്റ്റുഡിയോ ഉള്ളത്. അപ്പോൾ അവിടെ ഒന്ന് കയറിയിട്ട് ഒന്ന് പോകാമെന്നുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ എന്നാൽ നമ്മൾ ഇന്നത്തെ ഓട്ടം ഉച്ചയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും 3 മണിക്കൂർ റണ്ണിങ് ഉണ്ട് ഇവിടുന്ന് ഗുരുവായൂർക്ക് പോയിട്ട് അപ്പം തന്നെ റിട്ടേൺ വരുന്നത് മണ്ടത്തരാണ്. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ അവിടെ ഒരു ഓട്ടം കിട്ടുന്ന വരെ തിരിച്ചൊരു ഓട്ടം കിട്ടുന്ന വരെ വെയിറ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. എന്തായാലും ഇപ്പം അതിനെപ്പറ്റിയൊന്നും പറയാൻ വയ്യ, കാരണം ഞാൻ തീരുമാനിച്ചിട്ടില്ല എങ്ങനെയാണെന്നുള്ളത്. അതിനനുസരിച്ച് ചെയ്യും. ഫുഡ് കഴിച്ചതിൻ്റെ ഒരു പ്രശ്നമാണ്. ഫുഡും കഴിച്ച് മരുന്നും കുടിച്ചിട്ടുണ്ട്. അപ്പോൾ അതെ നമ്മൾ ഇറങ്ങണം കഴിച്ച. അപ്പോൾ എന്നാൽ ഷോപ്പിലെത്തിയിട്ട് കാണാം. ഓക്കെ. ഇതാ നമ്മൾക്ക് എനിക്കിഷ്ടമല്ലാത്ത ഏറ്റവും കൂടുതൽ ഇഷ്ടമല്ലാത്ത ഒരു റോഡാണ് ഈ റോഡ്. ഇത് കണ്ടില്ലേ, ഒരൊറ്റ വണ്ടിക്ക് മാന്യമായിട്ട് പോകാനുള്ള സ്പേസ് ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും വൺ വേ നല്ലത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അതിനിടയിൽ കൂടി ചില ബൈക്കാരും ഓട്ടോക്കാരൊക്കെ ഉണ്ട്. 20 സ്പീഡിലും 10 സ്പീഡിലൊക്കെ പോയിട്ട് ബ്ലോക്കുകൾ ഉണ്ടാവുന്നത് വരെ ഈ റോട്ടിൽ നിന്ന് കഴിച്ചിലാവാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഓട്ടോക്കാരനും ബൈക്കാരനും രണ്ടുപേരും ഏകദേശം ഒരുപോലെ എന്താ പറയുക, സ്ലോ റണ്ണിങ് ആണ്. അവിടെ നിർത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് നേരം ഉണ്ടാവുള്ളൂ. കാരണം ഇവന്മാർ വരത്തില്ല. കണ്ടാ വരത്തില്ല. അതാണ് വേറെ പ്രത്യേകത. അവർ ഒന്ന് നേരത്തെ വേഗം വന്ന് എടുത്ത് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ നിർത്തി കൊടുത്താണ്. അപ്പോഴും അവിടെ ചവിട്ടി തണുപ്പിച്ചെടുക്കും. ചിലതിനായിട്ട് പാഞ്ഞു കയറി പോവുകയും ചെയ്യട്ടോ. അവിടുന്ന് ഒരു ലോറി വരുന്നുണ്ട് ഗൈസ്. മിക്കവാറും അവിടുത്തെ സർവീസ് വേറൊന്നും തട്ടിയിട്ടില്ല. മിക്കവാറും എനിക്ക് തോന്നുന്നത് നടുക്കൂടി നമ്മളിവിടെ നിൽക്കുകയാണെന്ന് വെച്ചാൽ ഈ സർവീസ് വേറൊക്കെ മൂപ്പര് പൊട്ടിക്കും. അതേ പുള്ളി അവിടെ നിർത്തിയിട്ട് നമ്മളൊക്കെ കടന്നു പോയിട്ട് പുള്ളിക്ക് എടുക്കണം. ഉണ്ടാവും ഏകദേശം അതിൻ്റെ മേലെ എത്തിയിട്ടുണ്ട്. ഇതാണ് ഈ ചില വണ്ടിക്കാർക്ക് വഴിയും അറിയില്ല, ഒരു കുന്തും അറിയില്ല, പാഞ്ഞു കയറി വന്നോളും. ചെറിയ ചെറിയ പോക്കറ്റ് റോഡിലൊക്കെ കയറിയുള്ള സർവീസ് ലൈനും കാര്യം മൊത്തം പൊട്ടിച്ച്. ഒന്നാമത് കൊച്ചി എന്ന് പറയുന്നത് ഇടുങ്ങിയ ഒരു ചെറിയ സ്ഥലമാണ്. അതിനുള്ള ആവശ്യത്തിന് 100 പേരെ കൊണ്ടുവന്ന സ്ഥലത്തിൽ 150 ആൾക്കാരുണ്ട്. അങ്ങനത്തെ അവസ്ഥയാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടെ വന്നവർക്ക് ഇവിടെ നമ്മളെ ആൾക്കാർക്ക് നന്നായിട്ട് അറിയുണ്ടാവും. എന്തോ അതായത് ഞാനത് പച്ചാളം എത്തിയിട്ടുണ്ട്. പച്ചാളം പാലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നോർമലി ഉണ്ടാവുന്ന എല്ലാവിധ ബ്ലോക്കുകളും ഉണ്ട്. അതാണ് ഒന്നാമത് ഞാൻ പകൽ ടൈമിൽ വണ്ടി എന്നാണ് സാധനം എടുക്കാത്തത്. ബെസ്റ്റ്. പുള്ളി അവിടെ ഇൻഡിക്കേറ്റർ ഇട്ട് നിർത്താനുള്ള പരിപാടി ആവുന്നു കേട്ടോ. അതന്നെ നിർത്താനുള്ള പരിപാടി തന്നെ. എന്തിനാന്ന് ഞാൻ മാത്രമല്ല പുള്ളിനോട് പറയും. ആ ഒരു സ്പേസിൽ അത്രയും ബ്ലോക്കിൻ്റെ ഇടയിൽ പുള്ളി അത് അവിടെ വണ്ടി സൈഡാക്കി. ഈ പോണ വണ്ടിയൊക്കെ ഇനി എന്താ പറ്റുക, ഫുള്ള് ബ്ലോക്ക് വീണ്ടും ആവില്ല ചെയ്യുക. വേറെ ആവശ്യമില്ലാത്തവരെ നേരക്ക് നെഞ്ചത്തോട്ടാണ് ഇപ്പോൾ കേരള പോലീസ് കൊണ്ട് കയറുന്നത്. ആവശ്യമുള്ളടത്ത് പോയിട്ട് 2 ഫൈൻ അടിപ്പിക്കാനോ അല്ലെങ്കിൽ അതിന് അത്രയുള്ള എന്തെങ്കിലും ചെയ്യാനോ ഈ വധുവിലേക്ക് പറ്റുന്നില്ല. സീനില്ല. നല്ല ജർക്കിങ്ങുള്ള ക്യാമറ സ്റ്റൈബിലൈസേഷൻ ഞാൻ ഓണാക്കിയിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പം എന്നാൽ ഗൈസ് നമ്മൾ നേരെ ഷോപ്പിലൊന്ന് സമയം 1 മണി പോലും ആയിട്ടില്ല, 12:45 ആയിട്ടുള്ളൂ. നേരെ ഷോപ്പിൽ പോയിട്ട് ഒന്ന് കയറിയിട്ട് പോകാം. മഴ ചാറുന്നുണ്ട്. നല്ല മഴ ഇല്ലാന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ കയറിയിട്ടേ പോകുന്നുള്ളൂ. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. നമ്മളിത് സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. ഞാൻ വണ്ടി അവിടെ പാർക്ക് കഴിഞ്ഞപ്പോൾ അവിടെ കുറച്ച് ഫാമിലിയും കാര്യവും എല്ലാവരും കൂടി നിൽക്കുന്നുണ്ട്. അപ്പം പിന്നെ അവിടെ വെച്ച് വർക്കിലാണല്ലോ. അവരൊന്ന് പോയി എടുത്തിട്ട് വരാം ഗൈസ്. അവിടെ ആളുള്ള കാരണം വണ്ടി അവിടെ പാർക്ക് ചെയ്യാൻ പറ്റിയില്ല ഗൈസ്. അപ്പോൾ നമ്മളിത്
ഇങ്ങോട്ട് തന്നെ കയറ്റി. ഓമ്മേ ഊരൊക്കെ ഇപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഷൂ ഇടൽ, മറ്റേ എന്താ പറയുക, സ്പേസ് കഴിക്കലും കെട്ടലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചെറിയ വർക്കിലിട്ടതുള്ളത്. ഹേയ് യെസ് വ്ളോഗ്. അപ്പോൾ ഗൈസ് നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. സമയം 1:20. ഒരു 10 മിനിറ്റും കൂടി ഇവിടെ നിന്ന് അങ്ങോട്ടുണ്ടോ. 1:30 അവിടെ എത്തിയാൽ നേരത്തെ ഇറങ്ങാൻ പറ്റുകയാണെങ്കിൽ ഇറങ്ങാലോ. 2 മണിന്നാണ് പറഞ്ഞിട്ടുള്ളത്. 1:45 ആകുമ്പോൾ നടത്താമെന്നുള്ള രീതിയിലാണ് പ്ലാനിങ്. ആകെയുള്ളൊരു പ്രഷർ അല്ലെങ്കിൽ ഒരു ഭ്രാന്തെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഈ സാധനം ഇങ്ങോട്ട് ഇറക്കുന്നതാണ്. കയറ്റുന്നത് നിങ്ങൾ കണ്ടത്, അതേപോലെ തന്നെ ഇറക്കം കുറച്ച് പാടാണ്. റിസ്ക് പിടിച്ച് ഇറക്കുന്നത് കണ്ടാൽ പോലും ഒരു തെണ്ടി വണ്ടികളും നിർത്തി തരത്തില്ല. ആരും വലിയ തിരക്കൊന്നും ഇല്ലല്ലേ. ഒരു നോട്ടം കണ്ടു വിചാരിക്കുന്നു നമ്മളൊന്നും വലിയ സംഭവം ചെയ്യാന്ന്. അപ്പൊ എന്നാ ഇനി നേരെ നമ്മള് കസ്റ്റമറുടെ പോവാണ്. ഇവിടുന്ന് ഒരു എന്താ പറയാ 10 മിനിറ്റ് നേരത്തെ ഓട്ടമാണുള്ളത്. ഗൈസ് നമ്മളിത് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. എത്തിയിട്ട് പറഞ്ഞാൽ 10 മിനിറ്റായി. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ 1-2 സാധനങ്ങളും കൂടി എടുത്ത് വെക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ ആണല്ലോ, എടുത്ത് വെച്ചിട്ടൊക്കെ വന്നാൽ മതി. പോയിട്ട് നമുക്കും വലിയ പരിപാടിയൊന്നുമില്ല. പയ്യെ അങ്ങ് എത്തി ഇതാക്കിയാൽ മതിയല്ലോ. ഞാൻ എന്തായാലും അവിടെ നിന്ന് പാഞ്ഞ് തിരിച്ച് വരുത്തുമില്ല. സെറ്റായിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ 1/2 മണിക്കൂറുടെ വെയിറ്റിംഗ് ആണ്. 1/2 മണിക്കൂറില്ല, 1:45 ആയിട്ടുണ്ട്. 2 മണി 2:15 ആകുമ്പോൾ ഇറങ്ങുമെന്ന് വിചാരിക്കുന്നു ഇവിടുന്ന്. എന്തായാലും 2 തത്തയൊക്കെ ഉണ്ട് അവരുടെ അടുത്ത് കൂടെ വണ്ടിയിൽ കയറ്റേ. നോക്കുക നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത്. ഗൈസ് ഇതായിട്ട് നമ്മളെ തത്ത കുട്ടികൾ വണ്ടിയിൽ ഞങ്ങളെല്ലാം കയറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഉണ്ടെന്നില്ല ഇവര്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകും. ഇന്നലെ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ. ഞാൻ സുദേശി ഇന്നലെ വൈകിട്ട് എന്നെ വിളിച്ചായിരുന്നു. അപ്പൊ പറഞ്ഞ അമ്മ ഒന്ന് അവിടെ നിന്ന് കേറിയിട്ടുള്ളൂ. ഇന്നലെ വന്നോളൂ. കൊറേ കാര്യങ്ങളുണ്ടായിരുന്നു ഈ ഒരു വർഷം. ഞാൻ പറഞ്ഞായിരുന്നു അതിന്റെ ഓട്ടത്തിലായിരുന്നു. കുറെ പ്രശ്നമായിരുന്നു. ഒന്നും ആയിട്ടില്ല, ഇനിയും ഒന്നും ആയിട്ടില്ല. ഇത് പിന്നിപ്പോ ഗുരുവായൂരാകുമ്പോ പിന്നെ എനിക്ക് അവിടെ വില്ലേജ് ഓഫീസിലും താലൂക്ക് ഓഫീസിലൊക്കെ പിന്നെ അടുത്തായില്ലോ. വഴി വരുന്നുണ്ടല്ലോ ഗുരുവായൂരിന്ന്. ഇവിടുന്ന് ഒരു 3 മണിക്കൂറുണ്ട്. അല്ല ട്രെയിനാണെങ്കിൽ ഒരു 1.5 മണിക്കൂർ മതി അല്ലേ? അല്ല തൃശ്ശൂരിന്ന് വീണ്ടും പോണ്ടേ? തൃശ്ശൂരിന്ന് ഗുരുവായൂർക്ക് അപ്പൊ വഴിയുണ്ട്. തൃശ്ശൂർക്കാണെങ്കിൽ 2 മണിക്കൂറുണ്ട് ട്രെയിനുണ്ട്. 2 മണിക്കൂർ 1.5 മണിക്കൂർ മതി. മതി മതി. അതെ, ഇടിച്ചിട്ടില്ലെങ്കിൽ 1.5 മണിക്കൂർ 1 മണിക്കൂർ. ഗുരുവായൂർക്ക് എപ്പോഴും ട്രെയിനില്ലല്ലോ. ഇല്ല ഇല്ല, രാവിലെ. പ്രശാന്തിന്റെ വീട് എവിടെയാ? ഞാൻ മലപ്പുറം. അത് ശരി. എനിക്ക് ഇവിടുന്ന് ഏകദേശം 4 മണിക്കൂർ റണ്ണിങ് ഉണ്ട്. 3.5-4 മണിക്കൂർ റണ്ണിങ് ഉണ്ട്. ഇപ്പൊ ശരിക്കും ഞാൻ പുലർച്ചെ പോകുമ്പോ ഗുരുവായൂർക്ക് ഒരു 2.5 മണിക്കൂർ മതി. 2 മണിക്കൂർ എന്തായാലും വേണം. ഇപ്പൊ ഈ ഒരു സമയമായതുകൊണ്ട് പിന്നെ ബ്ലോക്കും അല്ലേ, റോഡ് മോശം. അവിടെ വീട്ടില് അച്ഛനമ്മയും അനിയനും അതിന്റെ വൈഫുണ്ട്, അനിയനൊരു മോനുണ്ട്. അപ്പൊ ഇവിടെ എത്ര
വർഷമായി, 2-3 വർഷമായി. അവിടെ കോവിഡ് കഴിഞ്ഞപ്പോ എല്ലാം കൂടി അടച്ചുപൂട്ടി പോകുന്നതാണ്. കറുപ്പില് ഞാൻ വന്ന ടൈമിൽ തന്നെ വന്നിട്ടുണ്ട്, ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആ ഈ ടാറ്റൂര് വർക്ക് കൊണ്ട് മാത്രം നടക്കൂല. ഊബറും ടാറ്റൂര് വർക്കും എല്ലതും കൂടി ആകുമ്പോ അതെ, സ്ഥിരം എന്തെങ്കിലും വരുമാനമുള്ളൊരു മാർഗം കണ്ടെത്തണം. എന്താ പറയാ, അവിടെ കേരളവും പെട്ടെന്നായിരുന്നു, ഇറങ്ങലും പെട്ടെന്നായിരുന്നു. അതായത് കയറി ചായ പിടിച്ച് വീടെടുക്കാൻ പറ്റില്ല. റോഡിന്റെ തൊട്ടടുത്ത് തന്നെ ഗേറ്റ് തുറക്കാൻ കുറെ കാലം അടച്ചിട്ടുകൊണ്ട് തുറക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ വേറെ വണ്ടിയും വന്ന് ഞാൻ പാഞ്ഞ് കയറി, അതേമാതിരി തന്നെ ഇറങ്ങി, പെട്ടെന്ന് തന്നെ ഇറങ്ങുകയും ചെയ്തു. ഞാൻ എന്താ തിരിച്ച് ഇറങ്ങുകയാണ്, അവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങും. അവിടെ നിന്നൊരു കുറച്ച് വെള്ളവും കുറച്ച് മിച്ചറും കഴിച്ച്, അല്ലാതെ ഇപ്പോൾ ഓരോ ഇന്ന് കയറിയിട്ടല്ലേ ഉള്ളൂ. എന്നോട് വല്ലാണ്ട് ഒന്നും ഉണ്ടാവില്ല, നമ്മളൊരു മോശമല്ല. പക്ഷെ ആൾക്ക് ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞു, അതൊന്നും ഉണ്ടാവും. അപ്പം ഞാൻ നേരെ ഗുരുവായൂർ എവിടെയെങ്കിലൊക്കെ പോയി നിൽക്കാമെന്ന് വിചാരിക്കുന്നു. ഗൈസ്, നമ്മൾ പാലാരിവട്ടത്തേക്ക് ഫ്ലൈ ഓവറിന് അങ്ങോട്ടാണ് ലൊക്കേഷൻ വെച്ചിരുന്നായിരുന്നത്. ഇതുവരെ അടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ മെല്ലെ വണ്ടി ഇങ്ങനെ മൂവ് ആക്കുന്നുണ്ട്. ഈ ഒരു സമയം ആയതുകൊണ്ട് ഓട്ടം കിട്ടായില്ല. പിന്നെ ഒന്ന് ചെറുതായിട്ട് കഴിച്ചു, കാരണം 12 മണിക്ക് ഭക്ഷണം കഴിച്ചായിരുന്നു. അതുകൊണ്ട് ഞാനൊന്ന് ചെറുതായിട്ട് ഭക്ഷണം കഴിച്ച്, എന്താണോ ഡോക്ടർ കഴിക്കരുതെന്ന് പറഞ്ഞാൽ അതാണ് കഴിച്ചിട്ടുള്ളത്. മെഴുക്കും കാര്യമൊക്കെ ഉള്ള ഫ്രൈഡ് റൈസാണ് കഴിച്ചത്. നല്ല മെഴുക്കേണ്ടിയായിരുന്നു, വലിയ ഇറക്കിയാടില്ലാത്തൊരു ഫ്രൈഡ് റൈസ്. അപ്പോൾ അതും കഴിച്ച് നമ്മൾ ഇറങ്ങിക്കാണ്. അപ്പോൾ അടിക്കോ ഇല്ലയെന്ന് അറിയില്ല, അടിക്കുകയാണെങ്കിൽ വരാം ഗൈസ്. ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിത് ഓട്ടൊന്നും അടിച്ചിട്ടില്ല. നമ്മൾ പറഞ്ഞാൽ പയ്യെ വണ്ടി എടുത്തിട്ടുണ്ട്. വണ്ടി എടുത്തെന്ന് പറഞ്ഞാൽ കുറേ അങ്ങോട്ട് എത്തി. ഫുള്ള് ബ്ലോക്കാണ്. ബ്ലോക്കിനേക്കാളും പ്രശ്നം എന്താണെന്ന് അറിയോ, ചില ഡ്രൈവർമാരാണ് അവർ നമ്മൾ ഓവർടേക്ക് ചെയ്യുന്നതെന്ന് കാണുമ്പോൾ മാത്രം ആക്സിലേറ്ററിൽ കാലിരിക്കുന്ന ചില ഡ്രൈവർമാർ. അതുവരെ 10-20 പോകും. നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ പോവുകയാണെന്ന് കാണുമ്പോൾ മാത്രം എന്ത് ചെയ്യും, ആക്സിലേറ്ററിൽ കാലിരിക്കും. അങ്ങനെയുള്ള കുറേ ഉണ്ട്. ഗൈസ്, ഇത് റോഡ് പണി ഇറക്കുന്നത് കൊണ്ട് തന്നെ വൺ വേ ആയിട്ടാണ് ഇപ്പോൾ പല ഭാഗങ്ങളും ഓപ്പണാക്കിയുള്ളത്. ഏകദേശം ഭാഗം കഴിഞ്ഞു. എനിക്ക് എൻ്റെ ഒരു അനുഭവമാണ് അവിടെ ഉണ്ടായത്. കാരണം വൺ വേ ആണ് എന്നുള്ളത് ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്കാരനും അറിയാം. പക്ഷെ അവ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കാം ചില വണ്ടികൾ. എങ്ങിട്ടാണ് ഈ ധൃതി വൺ വേ കൂടി, അത് ഇത്രയും ചെറിയ റോഡിൽ കൂടി, അതൊരു ഒറ്റ സ്ട്രീറ്റ് ലൈറ്റ് പോലും കത്തുന്നില്ല. അവൻ നേരെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന നമ്മളെ വണ്ടീൻ്റെ മുമ്പിലേക്കാണെങ്കിൽ ഹെഡ് ലൈറ്റ് അടിച്ച് കണ്ണ് കാണാതിരിക്കലും നമ്മൾ എന്താ പറയുക, കറക്റ്റ് സൈഡ് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ വണ്ടി ആക്സിഡൻ്റ് ആയി പോകത്തില്ലേ. അപ്പോൾ തന്നെ ഈ പുള്ളിക്കാരൻ്റെ വണ്ടി അടുത്ത് പുള്ളി ചവിട്ടി നിർത്തി. ആ ഒരു താറുകാരൻ വന്നിട്ട് ഓവർടേക്ക് ചെയ്യാൻ നോക്കിയതാണ്. ഏജാതി ദൂര്യമായിട്ട് സാധനങ്ങൾ. ഇവന്മാരൊക്കെ ആൾക്കാരെ കൊല്ലാൻ വേണ്ടി ഇറങ്ങിയതാണെന്നുണ്ട്. ഒന്നെങ്കിൽ സ്വയം പോയി മരിക്കുക, അല്ലാതെ മറ്റുള്ളവരെന്തിനാണ് കൊല്ലാൻ നോക്കുന്നതായിരിക്കും ഞാൻ നോക്കുന്നത്. ശരിക്കും ഈ പുള്ളിക്കാരെ ആ ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരിക്കും ആ കാര്യത്തിൽ. അതാ ഓവർടേക്ക് ഇത് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല, സ്ഥലം ഉണ്ടെങ്കിൽ പോവാം. ഇതേപോലെ ഞാനും പോകാറുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ഈ വൺ വേയിൽ രാത്രി ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ലാത്തടത്ത് കൂടി വൺ വേന്ന് അറിഞ്ഞിട്ടും മുമ്പിൽ വണ്ടി വരുന്നത് അറിഞ്ഞിട്ടും കുത്തി കയറ്റി വേറെ വണ്ടി ഉണ്ടോ ഇങ്ങനെ ചാരി എടുത്തിട്ട് വരുമല്ലോ. ഈ ചാരി ദുരന്തങ്ങളാണെന്നറിയാവരൊക്കെ. ഗായ്സ്, അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഏകദേശം ഇവിടെ എത്തിയെന്ന് ചോദിച്ചാൽ ഇതെവിടെയാണ്, സ്ഥലപ്പേര് കിട്ടുന്നില്ല ഗൈസ്.
അങ്ങനെ ഒരു 11 മണി 10:45 11 മണിയോട് കൂടിയിട്ട് ഞാൻ അവിടെ എത്തി. പിന്നെ ഓടാനൊന്നും തോന്നില്ല, ഒരു ചായ കുടിച്ച് ചെറുതായിട്ടൊന്ന് കഴിച്ചും കൊണ്ട് നേരെ നമ്മൾ ഫ്രീഡമാണ് ഗൈസ്. അപ്പോൾ ഇനി നാളെ കാണാം.